ബജറ്റ് അവതരണ വേളയിൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ ബാലഗോപാൽ പറഞ്ഞത് കേരളം ഒരു ടേക്ക് ഓഫിന്റെ ദിശയിലാണെന്നാണ്. സത്യത്തിൽ അത് കേട്ടപ്പോൾ ഞാനൊക്കെ അന്തം വിട്ടുപോയി. കാരണം ഒരു ക്രാഷ് ലാൻഡിങ്ങിലാണ് സംസ്ഥാനം. അപ്പോഴാണ് ടേക്ക് ഓഫിന്റെ തരംഗങ്ങളിലാണ് എന്ന രീതിയിൽ അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന സംഭവം ഒളിച്ചു വെച്ചതാണോ അതോ അദ്ദേഹത്തിന് മനസ്സിലാകാഞ്ഞിട്ടാണോ എന്ന് സംശയം തോന്നാതിരുന്നില്ല. ഇപ്പോൾ ഇതാ കേന്ദ്രത്തോട് 10,000 കോടിയിലേറെ അത്യാവശ്യമായിട്ട് കടമെടുക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുന്നു. അങ്ങനെ നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രിയും കൂടി ഡൽഹിയിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ചയിൽ 5,990 കോടി രൂപ വായ്പയെടുക്കാൻ അനുവാദം ലഭിക്കുന്നു. അപ്പോൾ ഈ 5,990 കോടി രൂപ വായ്പ എടുത്തത് കൊണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ നടക്കുമോ? ഇലക്ട്രിസിറ്റി പരിഷ്കരണത്തിന്റെ പേരിൽ വേറെ ഒരു 6,250 കോടി കടമെടുക്കാൻ സമ്മതിക്കണം എന്ന് റിക്വസ്റ്റ് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. അത് പക്ഷെ പരിഷ്കരണം പൂർത്തിയായെങ്കിൽ മാത്രമേ കടമെടുക്കാൻ സമ്മതിക്കൂ. എന്തായാലും ഇപ്പോൾ ഈ 5,990 കോടി ഈ 25-ാം തീയതിക്ക് മുൻപേ 25-ാം തീയതി തന്നെ എടുക്കേണ്ടി വരും. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ മാർച്ചിൽ വേറെ ദിവസങ്ങളില്ല. അതുകൊണ്ട് പക്ഷേ മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും കൂടി ചേർന്നുള്ള കൂടിക്കാഴ്ചയിൽ ഈ 5,990 കോടി രൂപ കടമെടുക്കാനുള്ള അനുവാദം മാത്രമാണ് ചോദിച്ചത്. വേറെ ഒരുപാട് ആവശ്യങ്ങൾ കേരളത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തെ പറ്റി പറയുമ്പോഴൊക്കെ അത് ആശാ വർക്കർമാരെ കേന്ദ്രമാണ് ആ ഒരു തസ്തിക തന്നെ സൃഷ്ടിച്ചത്. അതായത് വോളണ്ടിയർ സർവീസിന് വേണ്ടി അങ്ങനെ ഒരു സർവീസ് തസ്തിക തന്നെ സൃഷ്ടിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റാണ് അവരുടെ മറ്റ് സേവന കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. അവരുടെ ഓണറേറിയം തൊട്ടുള്ള കാര്യങ്ങളെ പറ്റിയും കേന്ദ്രം എത്ര സംസ്ഥാനം എത്ര എന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ധനമന്ത്രിയുമായി കാണുമ്പോൾ അക്കാര്യം ചർച്ച ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അതൊന്ന് പരിഹരിക്കേണ്ടത്? അവരിപ്പോൾ 39ാമത്തെ ദിവസത്തെ സമരമാണ്. ഇപ്പോൾ നിരാഹാരത്തോടുകൂടി വീണ്ടും അതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ് ആ സമരത്തെ. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ നിർമ്മലാ സീതാരാമനുമായിട്ട് ഡിസ്കസ് ചെയ്തതായിട്ട് പുറത്തു വന്നിട്ടില്ല. പുറത്ത് പൊതുജനം അറിയാത്ത എന്ത് കാര്യമാണ് അദ്ദേഹം നിർമ്മലാ സീതാരാമനുമായിട്ട് സംസാരിച്ചത്? ഒരു ഡെമോക്രസിയിൽ നാം, അതായത് പൗരന്മാര് അറിയാൻ അവകാശമുണ്ട്, നമുക്കറിയാൻ അവകാശമുണ്ട്. എന്തൊക്കെ ഡിമാൻഡ്സ് ആണ് മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രിയുടെ മുൻപിൽ വച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇതൊരു ശത്രുരാജ്യത്തിന്റെ അടുത്തല്ല പോയിരിക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാനുള്ള അവകാശമുണ്ട്. അറിയിക്കുന്നതിൽ ട്രാൻസ്പെറൻ്റ് ആണ്, അറിയിക്കുന്നതിൽ ഒരു അപകടവും ഇല്ലതാനും. എന്നിട്ടും ഒന്നും തന്നെ പുറത്തു പറയുന്നില്ല. അദ്ദേഹം കേരളത്തിന്റെ ധനപ്രതിസന്ധിയെ പറ്റിയല്ലേ സംസാരിച്ചത്? അതോ അദ്ദേഹം ഊന്നൽ കൊടുത്തതും ഒരുപക്ഷെ നിർമ്മലാ സീതാരാമനെ കണ്ടതും SFIOയും ആയിട്ട്, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, മകളുടെ കേസുമായി ബന്ധപ്പെട്ട് നിർമ്മലാ സീതാരാമന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന SFIOയെ പറ്റി കാര്യമായ തരത്തിലുള്ള ഒരു കൺസൾട്ടേഷൻ ആയിരുന്നോ ലക്ഷ്യം? ഇതൊന്നും തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ. അത്തരം കാര്യങ്ങളാണെങ്കിൽ അതൊട്ട് വെളിച്ചത്ത് വരാനും പോകുന്നില്ല. അപ്പം എന്തായാലും കേരളത്തിന്റെ സ്ഥിതി പരിതാപകരം തന്നെയാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ബജറ്റിൽ പറഞ്ഞ ടേക്ക് ഓഫ് അല്ല, ക്രാഷ് ലാൻഡിംഗ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 5,990 കോടി രൂപ കൊണ്ടൊന്നും ഈ മാർച്ച് മാസത്തെ അതിജീവിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് പറ്റുകയില്ല. കാരണം കോൺട്രാക്ടേഴ്സ് അവരുടെ അരിയർ കൊടുക്കാനുള്ളത് കൊണ്ട് പിണങ്ങിയിരിക്കുന്നു. മെഡിക്കൽ കോർപ്പറേഷന് മരുന്ന് കൊടുക്കാൻ കമ്പനികൾ തയ്യാറാകുന്നില്ല, കാരണം കുടിശ്ശിക കൊടുക്കാൻ കിടക്കുന്നു. അതുപോലെ തന്നെയാണ് ആശാ വർക്കർമാരുടെ സമരം പോലെ അംഗനവാടി വർക്കേഴ്സ് സമരത്തിലാണ്, തീർന്നില്ല. ക്ഷേമ പെൻഷനുകൾ, അതായത് 41ഓളം ക്ഷേമ ബോർഡുകളുണ്ട്. ഈ ക്ഷേമ ബോർഡുകളിലെയൊക്കെ ജീവനക്കാർ
നേരത്തെ റിട്ടയർ ചെയ്തു പോയ ജീവനക്കാർ അവരുടെ പ്രവർത്തന കാലത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് അവരുടെ പെൻഷൻ ഫണ്ടിലേക്ക്. ഇപ്പോൾ അവർക്ക് അതിൽ നിന്നൊക്കെ ഗവൺമെന്റ് കടമെടുത്തു. അങ്ങനെ ഗവൺമെന്റ് കടമെടുത്ത് അതൊക്കെ ഒരു പൈസയും കയ്യിലില്ലാതെ ഇരിക്കുകയാണ്, അക്കൗണ്ടിൽ ഇല്ലാതിരിക്കുകയാണ്. അപ്പം അവർക്ക് ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ നിവൃത്തിയില്ല. അതങ്ങനെ ഒരവസ്ഥ. അങ്ങനെ അതോടൊപ്പം തന്നെ കമേഴ്ഷ്യൽ കോഓപ്പറേറ്റീവ്സിന്റെ കൺസോർഷ്യത്തിൽ നിന്ന് 2000 കോടി ഈ സമയത്ത് തന്നെ കടമെടുക്കാൻ, അത് 9% പലിശയ്ക്ക് കടമെടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അങ്ങനെ അതുപോലെ ക്ഷേമ പെൻഷൻ ഇപ്പോഴും കൊടുക്കാൻ കിടക്കുകയാണ് ഗഡുക്കൾ. ഇനി അത് ബജറ്റിൽ തന്നെ പറഞ്ഞിരുന്ന DA കുടിശ്ശിക പോലെയുള്ളതൊക്കെ കൊടുക്കാൻ കിടക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട്, അതായത് ഇത്രയും കോടികൾ കൊണ്ടൊന്നും 5990 കോടി കൊണ്ടൊന്നും ഒരു തരത്തിലും പ്രതിസന്ധി മറികടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് എത്തിപ്പെട്ടിരിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ സംസാരത്തിൽ അത്തരം കാര്യങ്ങളൊന്നും കടന്നു വന്നതായിട്ട് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതേപ്പറ്റിയുള്ള കാര്യങ്ങളൊന്നും തന്നെ വെളിച്ചത്ത് വിട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ ഇപ്പൊ പറയാൻ പറ്റുക? ഈ സംസ്ഥാനത്തെ ഇതുപോലെ ഈ കടുത്ത ധനപ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ FRBM നിയമം പാലിക്കുക തന്നെ ചെയ്യണം സംസ്ഥാന ഗവൺമെന്റ്. അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട്. ആ ആക്ട് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതാണ് ഈ സർക്കാരിന് ഒട്ടും താല്പര്യമില്ലാത്തത്. അതിനെയാണ് എപ്പോഴും വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ 2016-17 മുതൽ ഇങ്ങോട്ട് വന്നാൽ 2019-20 മുതൽ സഞ്ചിത കടം 30%-ലും വളരെ മുകളിലാണ്. 29%-ൽ നിജപ്പെടുത്തണം എന്നാണ് FRBM ആക്ട് മാൻഡേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും അത് 29%-ൽ താഴെയാണ്. കേരളത്തിൽ മാത്രം അത് 35, 36, 38 ഈ തരത്തിൽ പൊങ്ങിപ്പോയി. ഈ വർഷം പോലും, അതായത് കഴിഞ്ഞ വർഷം നിർമ്മല സീതാരാമൻ ചെവിക്ക് പിടിച്ചു കേരളത്തിന്റെ ധനമന്ത്രിയുടെ. അതുപോലെ നിങ്ങൾ കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുത്തിരിക്കുന്ന കടങ്ങളൊക്കെ നിങ്ങളുടെ FRBM ആക്ട് അനുസരിച്ച് എടുക്കാവുന്ന 3% കടത്തിനകത്ത് നിജപ്പെടുത്തണം എന്നൊക്കെ നിർദ്ദേശിച്ചതാണ്. അങ്ങനെ നിർദ്ദേശിച്ച് സഞ്ചിത കടം 29%-ൽ ഒതുക്കണം എന്നും പറഞ്ഞതാണ്. എന്നിട്ട് പോലും ഇപ്രാവശ്യവും സഞ്ചിത കടം ബജറ്റ് ബ്രീഫിന്റെ ആ ഡോക്യുമെന്റിന്റെ 7ാം പേജ് നോക്കിയാൽ അറിയാം, 7ാമത്തെ ടേബിൾ നോക്കിയാൽ അറിയാം, അത് 33.77%. GSDPയുടെ 33.77%. അപ്പം ഒരു തരത്തിലും കേരളത്തിന് കരകയറാൻ പറ്റാത്ത തരത്തിലുള്ള ധനപ്രതിസന്ധിയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് കരകയറാൻ ഒരു മാർഗം? ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ഈ കഴിഞ്ഞ UDF ഗവൺമെന്റ്, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പിന്നെ ഭരണത്തിലെത്തുമ്പോഴും ഇതുപോലെയുള്ള ധനപ്രതിസന്ധി തന്നെയായിരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്നത്. പക്ഷേ ഈ സഞ്ചിത കടം 29%-ന് താഴെ പിടിച്ചു കെട്ടാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി. റിസോഴ്സ് മൊബിലൈസേഷൻ, അതായത് വരുമാന സമാഹരണത്തിന് ഒരുപാട് ഊന്നൽ കൊടുത്തു, കാര്യശേഷി വർദ്ധിപ്പിച്ചു. അതൊക്കെ കാരണം കൊണ്ട് 5 വർഷവും ഈ സഞ്ചിത കടം, അതായത് ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, അതാണ് സഞ്ചിത കടം എന്ന് പറയുന്നത്. സഞ്ചിത കടം GSDPയുടെ 29%-ന് താഴെ തന്നെ പിടിച്ചു നിർത്തിയിരുന്നു. പക്ഷേ 2016-ൽ LDF ഗവൺമെന്റ് വരുന്നു. അന്നു മുതൽ അത് 30 ആ തരത്തിലായി, പിന്നെ അത് 35 ഈ തരത്തിൽ കയറാൻ തുടങ്ങി. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇപ്പോ ഈ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മൾ നോക്കണം. എങ്ങനെയാണ് വരുമാന സമാഹരണത്തെ ഈ ഗവൺമെന്റ് അപ്രോച്ച് ചെയ്യുന്നത്? എങ്ങനെയാണ് ചെലവുകൾ ചുരുക്കുന്ന കാര്യത്തിൽ, അതായത് വരുമാന സമാഹരണം കാര്യക്ഷമമാക്കണം. അതായത് ഇത്തരം പ്രതിസന്ധി അതിജീവിക്കാൻ വേറെ പിന്നെ ചെപ്പടി വിദ്യകളൊന്നുമില്ല ഒരു സർക്കാരിന്റെ കാലത്ത് കയ്യില്. അതായത് പണം കായ്ക്കുന്ന മരമില്ല, പണം അടിച്ചിറക്കാനുള്ള ശേഷി ഗവൺമെന്റുകൾക്കില്ല. കുടുക്കെ ചോറും കറിയും എന്ന് പറയുന്ന തരത്തില് പണം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ചെയ്യാവുന്നത്? വരുമാന സമാഹരണം കാര്യക്ഷമമാക്കുക ഒന്നാമത്. രണ്ടാമത് ചെയ്യാവുന്നത് ചെലവുകൾ ചുരുക്കുക.
അനാവശ്യ ചെലവുകൾ തീർച്ചയായും വെട്ടിച്ചുരുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് വരുമാന സമാഹരണത്തെ പറ്റി തന്നെ ഒന്ന് നോക്കാം. വരുമാന സമാഹരണത്തിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മുടെ ശ്രദ്ധ ചെന്ന് പറ്റുന്നത് ബജറ്റ് ഇൻ ബ്രീഫിലെ ഈ പറയപ്പെട്ട കുടിശ്ശിക പിരിക്കാനുള്ള കാര്യമാണ്. A39 ടേബിൾ ബജറ്റ് ഇൻ ബ്രീഫിലെ നിങ്ങളുടെ വെബ്സൈറ്റ് പോയാലും കിട്ടും. ടേബിൾ A39. ആ A39 ടേബിൾ ഈ പറയപ്പെട്ട കുടിശ്ശികയെ പറ്റി പറയുന്ന ടേബിളാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഫിഗർ നോക്കിയാൽ അറിയാം, ആകെ പിരിച്ചെടുക്കാനുള്ള കുടിശ്ശിക 22,814.02 കോടിയാണ്. കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത് 22,814.02 കോടിയാണ്. ഇനി അതിലെ തടസ്സങ്ങളുള്ള കുടിശ്ശികയുണ്ട്. അതായത് ട്രൈബ്യൂണലിൽ പോയതും കേസിലായി കിടക്കുന്നതുമായിട്ടുള്ള കുടിശ്ശിക. അങ്ങനത്തെ കുടിശ്ശിക ഇതാണ് കേട്ടോ ബജറ്റ് ഇൻ ബ്രീഫ്. ഈ ബജറ്റ് ഇൻ ബ്രീഫിന്റെ 39 ടേബിൾ നോക്കുക. ആ ടേബിൾ 39 2 തരം കുടിശ്ശികയെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ആകെ കുടിശ്ശിക 21,814.02 കോടിയാണ് ആകെ കുടിശ്ശിക. പക്ഷെ ഇതിനകത്ത് ട്രൈബ്യൂണലിൽ പോയിരിക്കുന്നത്, കേസിലാകപ്പെട്ടിരിക്കുന്നത്, അതായത് പലിശയും പലിശയ്ക്ക് മേൽ പലിശയും അടയ്ക്കാനൊക്കെ പറയുമ്പോഴത്തേന് ഉടനെ അവർ കോടതിയിൽ പോകും. ഈ കുറ്റക്കാരൻ യഥാർത്ഥ പ്രതി കോടതിയിൽ പോകും. എന്തിനാണ്? അങ്ങനെ നീട്ടി കൊണ്ടുപോകാം. അവസാനം എന്തെങ്കിലും ആശ്വാസം കിട്ടും. ഇല്ലെങ്കിൽ നീട്ടി കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇവര് ഇതിന്റെ ഇരട്ടി പ്രയോജനം എടുത്തിരിക്കും ഈ അടയ്ക്കാത്ത കുടിശ്ശികയിൽ നിന്ന്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആ കള്ളന്മാര്, അതായത് ബൈബിളിലുള്ള ഒരു സെന്റൻസ് ഞാൻ ഓർക്കുകയാണ്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അതായത് നികുതി കൊടുക്കണത് ശരിയാണോ, കൊടുക്കണോ എന്ന് ശിഷ്യന്മാര് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നു. അപ്പം യേശുക്രിസ്തു പറയുന്നതാണ്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. നിങ്ങൾ സീസറിന് കരം കൊടുക്കണം, കപ്പം കൊടുക്കണം, അത് കൊടുക്കണം. എന്തിനാ സീസറിന് കപ്പം കൊടുക്കുന്നത്? അഥവാ എന്തിനാ നമ്മൾ ഗവൺമെന്റിലേക്ക് നികുതി കൊടുക്കുന്നത്? അതിന് അതിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. അതായത് നിയമവും സമാധാനവും പാലിക്കുക, അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുക, അതുപോലെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഭൗതിക അടിസ്ഥാന സൗകര്യം, സാമൂഹ്യ അടിസ്ഥാന സൗകര്യം, ഇതെല്ലാം കൊടുക്കാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. ഇതിനൊക്കെ പണം വേണം. അതിനു വേണ്ടിയാണ് ഇതിന്റെ എല്ലാം പ്രയോജനം അനുഭവിക്കുന്നവരാണ് ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ പൗരജനങ്ങൾ. അപ്പൊ ആ പൗരജനങ്ങൾ അനുഭവിക്കുന്ന ഗുണങ്ങളുടെ ഒരു ഭാഗം സർക്കാരിലേക്ക് കരമായി കൊടുക്കുന്നു. അത് സർക്കാർ അർഹിക്കുന്ന സാധനമാണ്. ഒരുപാട് ക്രമവിരുദ്ധമായിട്ട് നികുതി വർദ്ധിപ്പിച്ചാൽ നമുക്ക് അതിനെതിരെ പ്രവർത്തിക്കാം. പക്ഷെ ക്രമവിരുദ്ധമായിട്ടല്ല നികുതി ചാർത്തുന്നത് എങ്കിൽ ആ നികുതി കൊടുക്കാൻ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. അതാണ് യേശുക്രിസ്തു ബൈബിളിൽ പറയുന്നത്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കാൻ പറയും. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് വീണ്ടും നമ്മുടെ ഇതിലേക്ക് വരിക. അപ്പൊ 21,814 കോടി, ആ കോടിയിൽ നിന്ന് കുറച്ചൊക്കെ ട്രൈബ്യൂണലിൽ കയറി കിടക്കുന്നു, കുറച്ചൊക്കെ കോടതിയിൽ കയറി കിടക്കുന്നു. ഒരു തടസ്സങ്ങളുമില്ലാതെ പിരിച്ചെടുക്കാവുന്നത് എത്രയുണ്ടെന്ന് നോക്കാം. 16,201.92 കോടി. വേണമെങ്കിൽ നമുക്ക് പറയാം 16,202 കോടി. ഒരു തടസ്സവുമില്ലാതെ പിരിച്ചെടുക്കാവുന്നതാണ് 16,202 കോടി രൂപ. എന്തേ ഈ ഫണ്ട് പിരിച്ചെടുക്കാത്തത്? അവിടെയാണ് കാര്യക്ഷമതയുടെ കാര്യം വരുന്നത്. അതായത് തടസ്സങ്ങൾ ഉള്ളത് പിരിച്ചെടുക്കാൻ പറ്റാത്തതിനും CAG കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അത് നമ്മൾ നോക്കണം. CAG എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് നികുതി തടസ്സങ്ങൾ ഉണ്ടാകുന്നത്? ട്രൈബ്യൂണലിൽ പോവുകയും കോടതിയിൽ പോവുകയും ചെയ്യേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണെന്ന് CAG പറയുന്നത്. അതായത് ഓരോ വകുപ്പിലും ചെയ്യേണ്ട ധർമ്മങ്ങളുണ്ട്. ഓരോ വകുപ്പിനും ചെയ്യേണ്ട ധർമ്മങ്ങൾ, അത് ഫണ്ട് ചെലവഴിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഇപ്പൊ നികുതി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ, ആ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അത് ഓഡിറ്റ് ചെയ്യാനുള്ള ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഉണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓരോ വകുപ്പിനും ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഉണ്ട്. ആ ഓഡിറ്റേഴ്സിന് സമയാസമയങ്ങളിൽ ഓഡിറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കണം. പക്ഷെ CAG എന്താ പറഞ്ഞിരിക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റ് ഓഡിറ്റേഴ്സിന്, അതായത് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ CAGയുടെ ഓഡിറ്റേഴ്സ് അല്ല,
ഗവൺമെന്റിന്റെ തന്നെ ഓഡിറ്റേഴ്സാണ്. ഗവൺമെന്റിന്റെ ഓഡിറ്റേഴ്സിന് സമയാസമയങ്ങളിൽ ഓഡിറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നില്ല. അപ്പം അവസരം കൊടുത്താലുള്ള പ്രയോജനം എന്താണ്? ആരെങ്കിലും നികുതി അടയ്ക്കാൻ മടിച്ചു നിൽക്കുന്നു, അറച്ചു നിൽക്കുന്നു എന്ന് കണ്ടാൽ ഉടനെ അവന് ഒരു ഇത് കൊടുക്കും, മെമ്മോ കൊടുക്കും. ഉടനെ നികുതി അടച്ചോളൂ, അല്ലെങ്കിൽ പിഴ ചുമത്തണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം നമുക്ക് കറണ്ടിന്റെ കാര്യം അറിയാം, സമയത്ത് അടച്ചില്ലെങ്കിൽ കണക്ഷൻ കട്ട് ചെയ്യും. അപ്പൊ ഇതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഓരോ വകുപ്പിലും ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞ് ഓഡിറ്റേഴ്സ് അവരെ അപ്രോച്ച് ചെയ്യണം. അവന് ഓഡിറ്റേഴ്സ് ഇൻഡിക്കേഷൻ കൊടുക്കും, അതനുസരിച്ച് വകുപ്പ് അവരെ അപ്രോച്ച് ചെയ്യും. പക്ഷെ ഇവിടെ ഓഡിറ്റിംഗ് നടക്കുന്നില്ല. ഓഡിറ്റേഴ്സിനെ ഓഡിറ്റ് ചെയ്യാൻ തയ്യാറായി അവർ മുൻപോട്ട് വരുമ്പോഴേക്കും അവരെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പിന്നോട്ടടിക്കുന്നു. എന്താ കാരണം? ഈ വകുപ്പിൽ ചെലവഴിക്കേണ്ടിയിരുന്ന ഫണ്ട് ചെലവഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ നികുതി അടയ്ക്കാത്തത് കേരളീയത്തിന് വേണ്ടി വലിയ ഒരു ചുമട് കൊടുത്തവരാണ്. അല്ലെങ്കിൽ ഇതാ ഇപ്പൊ നമ്മൾ കേട്ടില്ലേ, ഇപ്പൊ അവിടെ ഒരു മഹാസൗധം, 9 നിലയുള്ള ഒരു മഹാസൗധം പണിതിരിക്കുകയാണ്, പാർട്ടി ഓഫീസ്. ആ പാർട്ടി ഓഫീസിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ സംഭാവന നൽകിയവര്, അവരൊക്കെ പിന്നെ നികുതി അടച്ചില്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക? അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഈ ഓഡിറ്റേഴ്സിനോട് ഒരു അനങ്ങണ്ട, നിങ്ങൾ ഇപ്പോൾ ഓഡിറ്റ് ചെയ്യണ്ട, അല്ലെങ്കിൽ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തും. ഉടനെ ഓഡിറ്റേഴ്സ് അവരുടെ കാര്യം ജോലി ചെയ്യേണ്ടെന്ന് പറയുന്നതാണല്ലോ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം. അങ്ങനെ അവർ മാറും. പക്ഷേ എന്നിട്ടും ഓഡിറ്റിംഗ് ചെയ്യേണ്ടി വരും. എപ്പോഴാണ്? അതായത് CAG ഓഡിറ്റിങ്ങിന് വരുന്നു ഇന്ന വകുപ്പുകളിലേക്ക് എന്നും പറഞ്ഞ് അവിടുന്ന് ഇൻഫർമേഷൻ വരുമ്പോൾ, അവിടുന്ന് നോട്ടീസ് വരുമ്പോൾ ഇവര് തല്ലിപ്പിടച്ച്, അതായത് സംസ്ഥാനത്തിന്റെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഒരു ഓഡിറ്റിംഗ് ഒക്കെ നടത്തും. പക്ഷെ അപ്പോഴേക്കും ഈ പറയപ്പെട്ട നികുതിദായകൻ, അതായത് നികുതി അടയ്ക്കാതെ കാത്തിരിക്കുന്ന കള്ളൻ, അത് ട്രൈബ്യൂണലിൽ പോകും, അതും അല്ലെങ്കിൽ കോടതിയിൽ പോകും. അങ്ങനെയൊക്കെയാണ് തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ സമയത്ത് ഇടപെട്ട് വേണ്ടതുപോലെ നികുതിയോ നികുതിയേതര വരുമാനമോ ഒക്കെ പിരിച്ചെടുക്കാൻ കാര്യക്ഷമത കാണിച്ചാൽ ഈ പറയപ്പെട്ട 21,814 കോടി കുടിശ്ശിക ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ തന്നെ അത് വലിയ ഒരു എന്താ പറയുക, വലിയ ഒരു ഗെയിനാണ് ഒരു സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച്. ഒരുപാട് സാധ്യതകളാണ് അത് ഒരുക്കി കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നു, നികുതി കാര്യത്തിൽ തന്നെ 21,000 കോടി, 21,814 കോടിയുടെ കുടിശ്ശിക കിടക്കുന്നു. അപ്പൊ അതാണ് ആ വരുമാന സമാഹരണത്തിലെ കാര്യക്ഷമത ഇല്ലായ്മയുടെ കാരണങ്ങളാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്. ആ കാരണങ്ങൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഈ പറയപ്പെട്ട കുടിശ്ശികയിൽ നിന്ന്. തടസ്സങ്ങളില്ലാത്ത കുടിശ്ശിക 16,000 കോടിയിലധികം കിടക്കുന്നു. അത് തന്നെ എന്തൊരു മാനക്കേടിന്റെ കാര്യമാണ്, കഴിവുകേട് തന്നെയാണ്, കാര്യക്ഷമത ഇല്ലായ്മയാണ്. മുഖ്യമന്ത്രി ആദ്യത്തെ പ്രസംഗത്തിൽ 2016 സ്വയറിംഗ് ഇൻ സെറിമണി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് കാര്യക്ഷമതയ്ക്കായിരിക്കും മാർക്ക്. മുഖ്യമന്ത്രി അത് മറന്നുപോയിട്ടുണ്ടാവും കേട്ടോ, ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കണം വല്ലപ്പോഴും ഒക്കെ ആരെങ്കിലും ഒക്കെ. പിന്നെ അതുപോലെ വരുമാന സമാഹരണത്തിന്റെ കാര്യം തന്നെ പറയുമ്പോൾ നികുതിയേതര വരുമാനത്തിന്റെ കാര്യം ഒന്ന് എടുക്കുക. നികുതിയേതര വരുമാനം നമുക്ക് 36 തരം നികുതിയേതര വരുമാന മാർഗങ്ങളുണ്ട്. ആ 36 തരം വരുമാന മാർഗങ്ങളെ വേണ്ട രീതിയിൽ നോക്കുകയാണെങ്കിൽ വലിയ വരുമാന വർധനവിന് സാധ്യതയുണ്ട്. കാരണം 168 രാജ്യങ്ങളുടെ ഒരു പഠനം നടത്തി വേൾഡ് ബാങ്ക്, 168 രാജ്യങ്ങളുടെ ഒരു പഠനം. എന്നിട്ട് ശരാശരി നികുതിയേതര വരുമാനം 40%, അതായത് രാജ്യത്തിന്റെ ആകെ വരുമാനത്തിന്റെ, അതായത് ഈ റവന്യൂ വരുമാനത്തിന്റെ, ആകെ റവന്യൂ വരുമാനത്തിന്റെ 40% നികുതിയേതര വരുമാനമായിരുന്നു. ചില സംസ്ഥാനം, അത് ശരാശരിയാണ്, ചില രാജ്യങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ, വളരെ കൂടുതൽ, ചിലർക്ക് കുറവ്. ഇപ്പൊ ഏറ്റവും കുറവുള്ള ഒരു രാജ്യമായി ഇന്ത്യ. അന്നത്തെ ആ കണക്കിൽ 13% ഇന്ത്യയുടെ വരുമാനം. അതുപോലെ കേരളത്തിന്റെ ഈ പ്രാവശ്യത്തെയും ഞാൻ നോക്കിയിട്ടുണ്ട്, ഞാൻ പറയാം അത്. അപ്പോ നികുതിയേതര വരുമാനം, ആകെ നികുതിയേതര വരുമാനം എന്തുമാത്രമാണ് നമ്മുടെ കേരളത്തിലെ? 19,145.53% നികുതിയേതര വരുമാനം. ഈ നികുതിയേതര വരുമാനം എന്ന് പറയുന്നത് കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 12.57%. കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 12.57%. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞല്ലോ 168 രാജ്യങ്ങളുടെ ഒരു പഠനം വേൾഡ് ബാങ്ക് നടത്തിയിട്ട്
അതിലെ ശരാശരി നികുതിയേതര വരുമാനം 40%. അതിനേക്കാൾ ഒത്തിരി കൂടുതലുള്ള രാജ്യങ്ങളുണ്ട്, അതിനേക്കാൾ താഴെയുള്ള രാജ്യങ്ങളുണ്ട്. താണുതാ ഈ 12-13% വരുന്ന രാജ്യങ്ങളോ സംസ്ഥാനങ്ങളോ ഒക്കെ ഉണ്ട്. അപ്പൊ എത്ര ഗതികേടിലാണ്. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ കേരളം അത്ര മോശമാണോ നികുതിയേതര വരുമാന സമാഹരണ സാധ്യതകളിൽ? അല്ല, സാധ്യതകൾ ധാരാളമുണ്ട്. ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഖജനാവിലേക്ക് പണം എത്തുന്നില്ലെന്ന് മാത്രം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് 2010 ശേഷം മലയാറ്റൂര് 2 ക്വാറി അനുവദിക്കുന്നു. 2 ക്വാറി എന്ന് പറഞ്ഞ ക്വാറിയുടെ അനുവാദം കൊടുക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അങ്ങനെ മലയാറ്റൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 2 ക്വാറിക്ക് അനുവാദം കൊടുക്കുന്നു. പക്ഷേ പ്രവർത്തിച്ച് 100 ക്വാറികളിൽ എത്തുന്നു. ഈ 2 ക്വാറി 100 ക്വാറിയായിട്ട് വർദ്ധിക്കുന്നു. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് വല്ല വരുമാന കൂടുതലും ഉണ്ടാകുന്നുണ്ടോ? ഒരു വരുമാന കൂടുതലും ഉണ്ടാകുന്നില്ല. പക്ഷെ നമ്മുടെ കല്ലെല്ലാം വെട്ടി ഇറക്കി അവസാനം എവിടെ എത്തുമെന്നറിയാമോ? കേരളം അറബിക്കടലിലേക്ക് എത്തിപ്പോകും. എങ്ങനെയാണ് എത്തിപ്പോവുക? കാരണം പരശുരാമൻ മഴുവെറിഞ്ഞ് വീണ്ടെടുത്ത കേരളം എന്ന് പറയുന്നു. അത് ഒരിക്കലും ശരിയല്ല. ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വോൾക്കാനിക് ഇറപ്ഷൻ സമയത്ത് വോൾക്കാനോ, അതായത് കത്തി ഉരുകി വീണ് അത് കടലിൽ ചെന്ന് അറബിക്കടലിൽ ചെന്ന് ഘനീഭവിച്ചാണ് കേരളം ഉണ്ടായതെന്നാണ് പറയുന്നത്. അതായിരിക്കാം സത്യം. അതുപോലെ കേരളത്തെ വീണ്ടും അറബിക്കടലിലേക്ക് തള്ളിവിടും ഈ ക്വാറി മാഫിയ. 2 ക്വാറി അനുവദിക്കുക, 100 ക്വാറികൾ പ്രവർത്തിക്കുക. എങ്ങനെയത് പറ്റുക? ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവർ വേണ്ട പോലെ കണ്ടുകാഴ്ച കൊടുക്കും. അതായത് വാഹനങ്ങളാണ് വേണ്ടെങ്കിൽ വാഹനങ്ങൾ, വലിയ വീടാണ് വേണ്ടെങ്കിൽ വീട്, മറ്റു സൗകര്യങ്ങളാണെങ്കിൽ അത് അങ്ങനെ കൊടുത്തിട്ടാണ് ഇതുപോലെ എക്സ്ട്രാ ക്വാറി. പക്ഷെ ഖജനാവിലേക്ക് ഒന്നും വരുന്നില്ല. ഇതാണ് കേരളത്തിൽ സംഭവിച്ചു. ഇതാ ഓർത്തു നോക്കുക. ഗാഡ്ഗിൽ കമ്മിറ്റി 2012 പറഞ്ഞു 1700 ഇല്ലീഗൽ ക്വാറീസ് അദ്ദേഹം തന്നെ കണ്ടെത്തിയെന്ന്. അദ്ദേഹത്തിന്റെ ആ ഗ്രൂപ്പ് ഇവിടെ പരിസ്ഥിതി പഠനം നടത്താൻ വന്ന ഗാഡ്ഗിൽ കമ്മിറ്റി തന്നെ കണ്ടെത്തി 1700 ഇല്ലീഗൽ ക്വാറീസ്. അതിനേക്കാൾ വളരെ കൂടുതൽ ഉണ്ടെന്ന്. ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശ്ശൂര് 545 ക്വാറികൾ കേരളത്തിൽ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ക്വാറിക്ക് എന്താ പറയുക, രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത് ഗവൺമെന്റിന്റെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്ന് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളത് 700-ൽ താഴെ ക്വാറികളെ ഉള്ളൂ എന്ന് ഓർക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നാം ആലോചിക്കേണ്ടത്, അതായത് ഈ ക്വാറികളെല്ലാം ഇങ്ങനെ കല്ല് മുഴുവൻ ഇങ്ങനെ വെട്ടി ഇറക്കി പോവുക, പക്ഷെ ഖജനാവിലേക്ക് വരുന്നതോ ഒരു ക്വാറിക്ക്, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ മലയാറ്റൂരക്കാരെ തന്നെ എടുക്കുക. 2 ക്വാറിയുടെ പെർമിഷൻ കൊടുക്കുന്ന സമയത്ത് മേടിക്കുന്ന റോയൽറ്റി, ആ റോയൽറ്റി മാത്രമാണ് കിട്ടുന്നത് 100 ക്വാറി പ്രവർത്തിച്ചാലും. അതുപോലെ മുഴുവനും ഈ പറയപ്പെട്ട ക്വാറി മാഫിയ എന്ന് പറയുമ്പോൾ സ്ഥലത്തെ രാഷ്ട്രീയക്കാര്, സ്ഥലത്തെ പോലീസുകാര്, ഇവർക്കൊക്കെ അതിൻ്റെ ഒരു പങ്ക് പോകുന്നുണ്ട്. അപ്പൊ ഇത്തരക്കാരെല്ലാവരും കൂടിയാണ് നമ്മുടെ കേരളത്തെ വീണ്ടും അറബിക്കടലിലേക്ക് തള്ളിവിടാൻ പോകുന്നത്, ഖജനാവിനെ ശൂന്യമാക്കുന്നത്. അപ്പോൾ എന്താ വേണ്ടത്? 2013-14 കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയിൽ ഇരുന്നപ്പോൾ ഞങ്ങളൊരു റെക്കമെൻഡേഷൻ നടത്തിയിരുന്നു. ഈ പാസ്, അതായത് ഇലക്ട്രോണിക് പാസ് കൊണ്ടുവരിക. ഒരു പാസ് ഒരു ലോഡ് കല്ല്, പാസ് ലാപ്സായി, അടുത്ത പാസ് അടുത്ത ലോഡ് കല്ല്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖജനാവും നിറയും, നമ്മുടെ കല്ല് അതുപോലെ അവിടെ ഉണ്ടാകും. കാരണം കൃത്യമായ കല്ല് മാത്രമേ വെട്ടിയിറക്കൂ. ഒരു കല്ല് പോലും അധികമായിട്ട് വെട്ടിയിറക്കി കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയാണ് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് നാം നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ കവർന്നെടുക്കേണ്ടത്. അത് പക്ഷേ കേരളീയർക്ക് അറിഞ്ഞുകൂടാ. രാഷ്ട്രീയക്കാർക്കും അതിനെപ്പറ്റി താല്പര്യമൊന്നുമില്ല. എല്ലാവർക്കും സ്വന്തം പോക്കറ്റ്, അത് മാത്രമാണ് ഉദ്ദേശമുള്ളത്. ഏതായാലും പാർട്ടിക്ക് വേണ്ടി ഒരു സൗധം പണിയാനെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് താല്പര്യം തോന്നി, അത് നല്ലത് എന്നേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ അത് ഇത്ര വലിയ സൗധം ഒരു കാരണവശാലും ഇത്ര ധനപ്രതിസന്ധിയുള്ള കേരളത്തില് അഭികാമ്യമല്ല എന്നുകൂടി ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇനി ഈ ഫോറസ്റ്റ് റവന്യൂ ഒന്ന് നോക്കുക. അപ്പൊ ഈ പറയപ്പെട്ട നികുതിയേതര വരുമാനത്തിന്റെ കൂട്ടത്തിലുള്ളതാണ് ഫോറസ്റ്റ് റവന്യൂ.
2000 ഫോറസ്റ്റ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഈ നികുതിയേതര വരുമാനത്തിന്റെ 21%. അതായത് നികുതിയേതര വരുമാനം ഈ പ്രാവശ്യം എത്രയാണെന്ന് ഞാൻ പറഞ്ഞ 19,145.53 കോടി. അങ്ങനെയുള്ള നികുതിയേതര വരുമാനത്തിന്റെ 21% ഉണ്ടായിരുന്നു ഫോറസ്റ്റ് റവന്യൂ. ഫോറസ്റ്റ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ റിസോഴ്സസിൽ നിന്നും ഉള്ള റവന്യൂ. ഇപ്പോൾ അത് എത്രയുണ്ട് ഈ വർഷത്തെ? ഇന്നത്തെ ഈ ബജറ്റിൻ ബ്രീഫിനകത്ത് നോക്കിയാൽ എത്രയുണ്ട്? അതായത് ഈ ബജറ്റിൻ ബ്രീഫിൽ ആകെപ്പാടെ ഉള്ളത് 2.007% ആണ്. അതായത് നികുതിയേതര വരുമാനത്തിന്റെ 2000 എത്രയുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞേ 21% ഇപ്പൊ ഇതാ 2.007% ആയിട്ട് താണിരിക്കുന്നു. ഓർമ്മിക്കണം, മുട്ടിൽ മരമുറി, സുഗന്ധഗിരി മരമുറി ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട മരമുറികളാ. മരം മാത്രമല്ല, വേറെ എന്തെല്ലാം വിഭവങ്ങൾ കാട്ടിൽ നിന്ന് ലഭിക്കുന്നു. ആ വിഭവങ്ങളൊക്കെ ഈ മുട്ടിൽ മരമുറി വഴിയും ഒക്കെ എത്ര ഡിസ്ട്രിക്റ്റിലെ മരമാണ് മോഷണം പോയത്. ഇതൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മുടെ ഖജനാവ് കാലിയാകുന്നതിന്റെ കാരണങ്ങൾ ഓർത്ത് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത്. കാരണം ഇതിനൊക്കെ ഫോറസ്റ്റ് വകുപ്പുണ്ട്, ഇതിനൊക്കെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാം ഉണ്ട്. പക്ഷെ ഇവരൊക്കെ കൈമടങ്ങ് മേടിക്കുന്നവരായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതായത് ടോപ്പ് ടു ബോട്ടം കൈമടങ്ങ് മേടിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ തരത്തില് ഇതെല്ലാം ധൂളി അടിച്ചു പോകുന്നതും നമ്മുടെ ഖജനാവ് ഇതുപോലെ കാലിയായിട്ടിരിക്കുന്നതും. നമുക്കിതിനൊക്കെ മാറ്റം വരുത്തിയേ പറ്റൂ, അല്ലാതെ ഒരു തരത്തിലും പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ GST, അതായത് GST പിരിച്ചെടുക്കുന്ന GST എന്ന് പറയുമ്പോൾ നമ്മുടെ പരോക്ഷ നികുതിയിൽ 50% കുറവേ GSTയിലേക്ക് പോയിട്ടുള്ളൂ. ബാക്കിയുള്ളത് മുഴുവനും സംസ്ഥാനത്തിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ഈ സംസ്ഥാനത്തിന്റെ കയ്യിലുള്ളത് എല്ലാ വർഷവും പറ്റുന്നത് പോലെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതലായിട്ട്, അതായത് വർദ്ധിപ്പിക്കരുതാത്ത പരുവത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേ സമയത്ത് GSTയിലേക്ക് ചേക്കേറിയ അതിന്റെ വക ഇന്റഗ്രേറ്റഡ് GST ഉണ്ട്, സ്റ്റേറ്റ് GST. ആ സ്റ്റേറ്റ് GST ഒക്കെ പിരിച്ചെടുക്കുന്ന കാര്യത്തില് ഇന്റഗ്രേറ്റഡ് GST ഒക്കെ പിരിച്ചെടുക്കുന്ന കാര്യത്തില് വളരെ വലിയ അമാന്തമാണ് കാണിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം, സ്വർണത്തിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. സ്വർണം തോറെ ദൽ ഓറെ, അതായത് സ്വർണത്തിന്റെ പേരില് ഒരു ഫ്രഞ്ച് ഫ്രേസ് വെച്ച് പറയുന്നതാണ് കേട്ടോ. അതായത് കള്ളസ്വർണം കണ്ടെത്താനായിട്ട്, അതായത് രേഖകളില്ലാതെ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം കണ്ടെത്താനുള്ള ഒരു സമഗ്ര പദ്ധതിയായിരുന്നു തോറെ ദൽ ഓറെ, അഥവാ സ്വർണം കണ്ടെത്തി അതിനെ വേണ്ടിയിട്ട് ഉള്ള അതായത് തൃശ്ശൂർ ഒറ്റ രാത്രി കൊണ്ട് തൃശ്ശൂർ ഒരൊറ്റ ഷോപ്പിലേ പ്രവർത്തിച്ചുള്ളൂ. എന്നിട്ട് തന്നെ 700-ലധികം പേര് ചേർന്ന് നടത്തിയ ആ ഒരു സമഗ്ര നിരീക്ഷണം, അതിന്റെ ഫലമായിട്ട് 104 കിലോ സ്വർണമാണ് ഒരൊറ്റ ഷോപ്പിൽ നിന്ന് കണ്ടെത്തുന്നത്, രേഖകളില്ലാതെ സൂക്ഷിച്ച സ്വർണം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും അപ്പോൾ ഉദാഹരണം തിരുവനന്തപുരത്ത്, തൃശ്ശൂര്, എറണാകുളത്ത് എല്ലാ ജില്ലകളിലും ഉണ്ട് ധാരാളം സ്വർണ്ണ കടകൾ. ഇവിടെ സ്വർണത്തിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടാൽ നമുക്കറിയാം സ്വർണത്തിൽ എന്തുമാത്രം ഭ്രാന്താണ് മലയാളികൾക്കുള്ളത്. മാത്രമാണോ, 800 ടണ്ണിനും 1000 ടണ്ണിനും ഇടയ്ക്കാണ് ഇന്ത്യയിലേക്ക് ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്ന സ്വർണം. അതിൽ 1000 ടൺ ഇങ്ങോട്ട് വരുന്നുവെങ്കിൽ അതിന്റെ 20% കേരളത്തിലാണ് വിൽക്കപ്പെടുന്നത്. അങ്ങനെ സ്വർണം വിൽക്കപ്പെടുന്ന കേരളത്തിൽ നിന്ന് 1000 കോടിയിൽ താഴെയാണ്. ഇപ്പൊ കൃത്യമായിട്ട് സ്വർണത്തിന് മാത്രം എത്ര കോടി നികുതി ലഭിച്ചു എന്നറിയാനായിട്ട് ബജറ്റിൻ ബ്രീഫില് ഡോക്യുമെന്റ് ഇല്ല. അതുകൊണ്ട് എനിക്കത് കണ്ടു പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 30,000 കോടിയുടെ മുകളിൽ കിട്ടേണ്ടടുത്ത് 1000 കോടിയിൽ താഴെ കിട്ടുന്നുള്ളൂ. അപ്പോൾ നികുതി വെട്ടീര് എത്ര ശക്തമാണ് എന്ന് മനസ്സിലാക്കാൻ വേറെ എന്താ വേണ്ടത്? അങ്ങനെയാണ് അത് ഈ GSTയിലേക്ക് ചേക്കേറിയ നികുതികൾ പോലും വെട്ടിച്ചെടുക്കുന്നത് ഈ തരത്തിലാണ്. അപ്പോൾ ആ തോറെ ദൽ ഓറെ നടത്തിയ അതേ കമേഴ്ഷ്യൽ ഇന്റലിജൻസ് വിങ് മറ്റ് സ്ഥലങ്ങളിലും സ്വർണത്തിന്റെ വേട്ടയ്ക്ക് പോകണം, സ്വർണ്ണ വേട്ട തന്നെ നടത്തണം. അതുപോലെ അവരുടെ വിങ്ങിന് അതായത് ഇപ്പൊ എന്താ ചെയ്യണ, ഈ നികുതി വെട്ടീര് എങ്ങനെയാ നടക്കുന്നത്? വേ ബിൽ വന്നതിന് ശേഷം ഒരു ട്രക്കിലേക്ക് കയറ്റുന്ന ഉൽപ്പന്നത്തിന്റെ നികുതി എല്ലാ ഡീറ്റെയിൽസും അത് നികുതി പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു.
പക്ഷേ നികുതി പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത് സത്യസന്ധമായിരിക്കണം നിർബന്ധമില്ല. ഉദാഹരണത്തിന് സ്വർണമാണ് കയറ്റിയത് എന്നിരിക്കട്ടെ, എന്നിട്ട് കയറ്റി വിട്ടിരിക്കുന്നത് സിമന്റ് ആണെന്നോ മറ്റെന്തോ ആണെന്നോ പറഞ്ഞ് ഒരു പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്തു എന്നിരിക്കട്ടെ. അപ്പൊ വാല്യൂ വളരെ കുറവാ, നികുതി വെട്ടിയിട്ട് വളരെ ഈസിയാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ടാണ് നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അത് 2017 നവംബറിൽ തന്നെ അന്ന് ധനമന്ത്രി തന്നെ അന്ന് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത നാഷണൽ ആന്റി പ്രോഫിറ്റിയറിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ അതോറിറ്റിക്ക് ഏത് സ്ഥലത്ത് വെച്ചും ട്രക്കിനെ കൈകാണിച്ച് നിർത്താനും ട്രക്കിലുള്ളത് എന്ത് എന്ന് പരിശോധിക്കാനും ആ ടാക്സ് പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്തുള്ളതും ടാലി ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള അധികാരമുണ്ട്. സെമി ജുഡീഷ്യൽ ബോഡിയാണ്. കുറ്റം കണ്ടെത്തിയാൽ ആളെ ശിക്ഷിക്കാൻ വരെയുള്ള അവകാശങ്ങളുണ്ട്. പക്ഷേ ആ ബോഡിയൊക്കെ ഉറക്കം തൂങ്ങി നിൽക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറച്ച് കണ്ടെത്തലുകൾ മാത്രമേ അവരൊക്കെ നടത്തുന്നുള്ളൂ. പക്ഷെ ഏറ്റവും നല്ലൊരു കണ്ടെത്തലായിരുന്നു തോറെ ദൽ ഓറെ. അതുപോലെ അവരെ വളരെ എൻകറേജിങ് ആയിട്ട് അവരെ പരിപോഷിപ്പിച്ച് വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട നികുതി വെട്ടിയിൽ ഇങ്ങനെ നടത്തുന്ന ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ നടത്തുന്ന വെട്ടിയില് ഒരു വലിയ പരിധി വരെ പരിഹരിക്കാൻ പറ്റും. അതോടെ നമ്മുടെ GST വരുമാനവും വർദ്ധിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഈ നികുതിയേതര വരുമാനങ്ങൾ ഒക്കെ വർദ്ധിപ്പിക്കുന്ന സമാഹരിക്കുന്ന കാര്യത്തിൽ നാം കാണിക്കുന്ന ഉത്തരവാദിത്വം, അതുപോലെ തന്നെ ചെലവ് ചുരുക്കുന്ന കാര്യത്തിലും നാം കാണിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ കണ്ടു, ആശാ വർക്കർമാർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ, ഓണറേറിയം വർദ്ധിപ്പിച്ചു, രാവും പകലും കഷ്ടപ്പെട്ട് മലയും കുന്നും കയറി ഇറങ്ങി രോഗികളെ പരിപാലിച്ചു ഒക്കെ നടക്കുന്ന ആ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വലിയ വിഷമമാണ്. അതേ സമയത്ത് ലക്ഷങ്ങൾ വാങ്ങുന്നവർക്ക് വീണ്ടും ബഹുലക്ഷങ്ങളാക്കി കൊടുക്കാൻ ഒരു മടിയുമില്ല. അപ്പൊ പറയും അവർ കുറച്ച് നമ്പറല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ അവർ ചെയ്യുന്ന ജോലി എന്താണ്? ഈ കേരളത്തിലെ ഇപ്പൊ KPSCയുടെ കാര്യം തന്നെ എടുക്കുക, എല്ലാം ഡിജിറ്റൽ, പരീക്ഷകളൊക്കെ ഡിജിറ്റല്, എല്ലാം ഇന്റർവ്യൂസ് ഒക്കെ ഡിജിറ്റല് എന്നൊക്കെ പറയുന്ന സംവിധാനത്തിൽ ലക്ഷങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കാം. അതേ സമയത്ത് കാൽനടയായി വെയിൽ കൊണ്ട് അങ്ങനെ ഓടി നടന്ന് വെയിലും മഴയും കൊണ്ട് നടക്കുന്ന ആശാ വർക്കർമാർക്കോ മറ്റതുപോലുള്ള പാവപ്പെട്ട തൊഴിലാളികളുടെ കാര്യത്തിലാണ് ഒരു താല്പര്യവും ഗവൺമെന്റിന് കാണിക്കാനില്ലാത്തത്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എവിടെ കൊടുക്കണം, എവിടെ വർദ്ധിപ്പിക്കണം, എവിടെ വർദ്ധിപ്പിക്കണ്ട, എല്ലാത്തിനും ഒരു പരിധി വെക്കണം. ആരുടെ ശമ്പള വർധനവിനാണെങ്കിലും ഒരു പരിധി വെക്കണം. അതിപ്പോ എന്താണ്, പെൻഷൻ ആണെങ്കിലും, അതായത് സർവീസ് പെൻഷൻ ആണെങ്കിലും, അതുപോലെ ക്ഷേമ പെൻഷൻ ആണെങ്കിലും, ആർക്കൊക്കെ ക്ഷേമ പെൻഷൻ കൊടുക്കണം. ഒരുപാട് അനധികൃതമായിട്ട് ക്ഷേമ പെൻഷനിൽ കയറിക്കൂടിയവരുണ്ട്. അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാരണം കൊണ്ടാണ് ഫ്രീ ബീസ് കൊടുക്കരുത് എന്ന് സുപ്രീം കോടതി തന്നെ അത് ദേശീയ ഉൽപാദനക്ഷമതയെ വലിയ തോതിൽ ബാധിക്കുമെന്നൊക്കെ സുപ്രീം കോടതി തന്നെ ഈ അടുത്തിടെ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും ഈ 60 ലക്ഷം 62 ലക്ഷം പേരൊക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാല് അതിദരിദ്രരില്ലാത്ത ഈ കേരളം എന്ന് മുഖ്യമന്ത്രി മുറവിളി കൂട്ടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതിദരിദ്രർക്കല്ലേ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ആവശ്യമുള്ളൂ? അതിദരിദ്രരില്ലാത്തടത്ത് എന്തിനാണ് 62 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത്? എന്നിട്ട് അതിനുവേണ്ടി കടമെടുക്കുക, അതിനുവേണ്ടി ദാരിദ്ര്യം പറയുക, അങ്ങനെ എന്തൊക്കെ മാമാങ്കങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ശരിയായിട്ട് ആരാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത്? അത് വോട്ട് ബാങ്ക് ആണോ, അത് ഫ്രീ ബി ആണോ എന്നൊക്കെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് വെട്ടിക്കുറയ്ക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെട്ടിക്കുറയ്ക്കണം. അർഹതയുള്ളവർക്ക് കൃത്യമായി ഒരു ആശങ്കയുമില്ലാതെ കൊടുക്കണം, അവര് ജീവിച്ചു പോകട്ടെ എന്ന് കരുതി. പക്ഷെ അർഹതയില്ലാത്തവർക്ക് വോട്ട് ബാങ്ക് ആക്കി കണ്ടു കൊടുക്കുന്ന ആ പ്രവണത കേരളത്തെ വീണ്ടും കടക്കണിയിലേക്ക് നയിക്കുകയുള്ളൂ, അല്ലാതെ നമ്മളെ രക്ഷപ്പെടുത്തുകയില്ല. പിന്നെ അതുപോലെ തന്നെയാണ് KPSCയുടെ കാര്യം. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, 21 മെമ്പേഴ്സ്, അതായത് UPSCയിൽ 22 പ്രധാനപ്പെട്ട പരീക്ഷകൾ നടത്തുന്ന യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇപ്പോൾ 9 അംഗങ്ങളേ ഉള്ളൂ. അതുപോലെ മറ്റ് സംസ്ഥാന ഗവൺമെന്റുകളുടെയൊക്കെ അവരുടെയൊക്കെ സംസ്ഥാന PSCകളിലൊക്കെ 3 പേരുള്ള ഉണ്ട്, 5 പേര് 7 പേര് ഈ തരത്തിലൊക്കെയാണ്. 10 മുകളിൽ ആരുമില്ല. പക്ഷെ കേരളത്തിൽ 21 പേരാണെന്ന് ഓർക്കണം. ഓരോ രാഷ്ട്രീയ പാർട്ടി
രാഷ്ട്രീയ പാർട്ടികൾ പെറ്റുപെരുകുന്നതിന് ജനം എന്ത് ചെയ്തു? രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ ആൾക്കാരെ യാതൊരു പ്രയോജനവുമില്ലാത്ത വ്യക്തികളെയാണ് PSC മെമ്പേഴ്സ് ആയിട്ട് നിയമിക്കുന്നത്. എന്നിട്ട് ഈ പറയപ്പെട്ടതുപോലെ ലക്ഷങ്ങൾ പ്രതിഫലവും മറ്റതുപോലെയുള്ള സൗകര്യങ്ങളും ഒക്കെ കൊടുത്ത് ഇവിടെ നല്ല വിദ്യാഭ്യാസമുള്ള മിടുക്കരുണ്ട്, അവർക്കൊന്നും PSC വഴി ജോലി പോലും കിട്ടുന്നില്ല. എന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ്, ഇല്ല, ഇന്ത്യയിലെ ആകെപ്പാടെ PSC വഴിയുള്ള അപ്പോയിന്റ്മെന്റ്സിൽ 60% കേരളത്തിലാണെന്ന്. അതിനകത്തൊരു ലോജിക് ഉണ്ട് മുഖ്യമന്ത്രി കാരണം കേരളത്തിൽ വേറെ ഒരു ജോലി സാധ്യതയുമില്ല. ആകെ ജോലി സാധ്യതയുള്ളത് എവിടെയാണ്? PSC വഴി വല്ലതും തള്ളിക്കയറ്റുന്നതാകാം, അല്ല യഥാർത്ഥത്തിൽ അർഹത കൊണ്ട് കയറുന്നതാകാം. അങ്ങനെ കയറുന്ന ജോലികളല്ലാതെ, അതായത് ഗവൺമെന്റ് സർവീസിലെ എല്ലാ വകുപ്പുകളിലും എക്സസ് സ്റ്റാഫാണ് ഉള്ളത്. എന്നിട്ട് വീണ്ടും അപ്പോയിന്റ്മെന്റ് നടത്തുന്നു. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ PSC വഴിയായിട്ട് കേരളത്തിലെ ആകെ ജോലി കിട്ടാൻ സാധ്യത PSC വഴിയാ. അതുകൊണ്ട് എല്ലാവരും PSCയിൽ അണിനിരക്കുന്നു. മറിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലോ ഇഷ്ടം പോലെ തൊഴിൽ സാധ്യതകളുണ്ട്, വ്യവസായ മേഖലകളിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഗവൺമെന്റ് ജോലി നോക്കുന്നവർ വളരെ കുറവായിരിക്കും. അവർക്ക് PSC വഴി കയറേണ്ട ആവശ്യമില്ല. ഒന്നാന്തരം ജോലി അല്ലാതെ IT സെക്ടറിലോ വ്യവസായ മേഖലയിലോ ഒക്കെ കിടക്കുമ്പോൾ എന്തിനാണ് പിന്നെ ഗവൺമെന്റ് ജോലി വഴിയായിട്ട് സർവീസിൽ കയറുന്നത്? അപ്പൊ അത് കാരണം കൊണ്ട് PSC വഴി ജോലിയിൽ കയറുന്ന കൂടുതൽ പേരും കേരളത്തിൽ നിന്ന് ആണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഈ അർത്ഥത്തിൽ നാം എടുത്താൽ മതി. അതായത് ഇവിടെ അത് മാത്രമാണ് ഒരു രക്ഷാമാർഗം. അതുകൊണ്ട് കിട്ടുന്നവരെല്ലാം അതിലേക്ക് വലിഞ്ഞു കയറുന്നു. എഞ്ചിനീയറും അതായത് ക്ലർക്കായിട്ട് കയറുന്നു, അല്ലെങ്കിൽ ഡോക്ടർമാർ വരെ നിവൃത്തിയുണ്ടെങ്കിൽ ഒരു ജോലിയും ഡോക്ടർമാർ ഒരുപക്ഷെ അങ്ങനെ കയറില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷെ എഞ്ചിനീയേഴ്സൊക്കെ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് ധാരാളമായിട്ട് കയറുന്നുണ്ട്. ഇതൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട മേഖലകളിലേക്കൊക്കെ അതായത് ജോലികൾ കിട്ടത്തക്ക നമ്മുടെ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റണം എന്ന് പറയുന്നു. എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റി. പക്ഷെ എന്താണ് ഇവിടുന്ന് ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ ബ്രെയിൻ ഡ്രെയിൻ മാത്രമല്ല ഫിനാൻഷ്യൽ ഡ്രെയിൻ. അതായത് ബാങ്കുകളിൽ നിന്ന് 15 ലക്ഷം മുതൽ 40 ലക്ഷം വരെ പണം, ആ പണം ഇവിടെ ഫ്രക്ടിഫൈ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ മണ്ണിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ട പണമാണ്. ആ പണമാണ് ഈ പറയപ്പെട്ട വിദേശ ഏജൻസികളും അവരുടെ വിദേശ യൂണിവേഴ്സിറ്റികളും അവരുടെ റിക്രൂട്ടിംഗ് ഏജൻസികളും ഒക്കെ ആയിട്ട് പങ്കിട്ടെടുത്ത് നഷ്ടപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ബെസ്റ്റ് ബ്രെയിനും ഡ്രെയിൻ ചെയ്തു പോകുന്നു. അപ്പൊ ഫിനാൻഷ്യൽ ഡ്രെയിൻ ഒരു വശത്ത്, പിന്നെ ബ്രെയിൻ ഡ്രെയിൻ മറുവശത്ത്. ഇത് രണ്ടും അപകടകരമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇത് രണ്ടും ഇന്ത്യക്കകത്ത് തന്നെ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. നമ്മളിപ്പോൾ ഇന്നലെ തന്നെ കണ്ടു, ഇന്നലത്തെ ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ 14,57,00,000 രൂപയുടെ വായ്പ എടുക്കാൻ പോകുന്നു എന്ന്. അതായത് 14,57,00,000 എന്ന് പറയുന്നത് നാം പ്രതീക്ഷിക്കുന്ന GSDPയുടെ 4.4% കടം എടുക്കാൻ പോകുന്നത്. ഈ വർഷം എടുക്കാൻ പോകുന്ന കടമാണ് ഈ പറയുന്നത്. അതായത് 3% കടം എടുക്കാവൂ. അപ്പോഴാണ് 4.4% കടം എടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്. കാരണം അത്രയ്ക്കും ആവശ്യമാണ്. അങ്ങനെ ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി ഉള്ള, അതായത് ക്രൈസിസ് ഉള്ള, ഫിസിക്കൽ ക്രൈസിസ് ഉള്ള ഒരു രാജ്യത്ത് നിന്നാണ് കുട്ടികൾ പഠിക്കാൻ വേണ്ടി, അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പോകുന്നതിനേക്കാൾ കൂടുതൽ പേരാണ് ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ നിന്ന് പോകുന്ന, കേരളം എഡ്യൂക്കേഷൻ ഹബ്ബായി മാറണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള സംസ്ഥാനത്ത് നിന്ന് പോകുന്നതും ഈ പറഞ്ഞതുപോലെ 15 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ബാങ്ക് വായ്പ എടുത്തിട്ടാണ് ആ പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത്ര ലക്ഷങ്ങൾ എടുത്ത് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതൊന്നും ചെയ്യാതെ ഗവൺമെന്റ് വെറുതെ കടമെടുത്ത് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ച് ഇനി ഒരു ഗവൺമെന്റ് വന്നാൽ ആ ഗവൺമെന്റിന് പോലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ കടക്കിണിയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് നാം വിസ്മരിച്ചുകൂടാ. എന്നാൽ ഈ ബജറ്റിൽ ഗവൺമെന്റ് PPP മോഡ് പറയുന്നുണ്ട്. അപ്പോൾ ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ മോഡ്, ഈ നഷ്ടത്തിലൂടുന്ന പിന്നെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനെയൊക്കെ PPP മോഡിലേക്ക് മാറ്റിക്കൂടെ? അപ്പോ പിന്നെ സംസ്ഥാന ഖജനാവിൽ നിന്ന് അവർക്ക് ശമ്പളവും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ PPP മോഡിലേക്ക് മാറ്റുകയാണെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും സഹായം
അത് ഒരു രക്ഷയായി മാറും. അങ്ങനെ അതുപോലെ PPP മോഡില് യൂണിവേഴ്സിറ്റികൾ വരട്ടെ. ഇപ്പോൾ അങ്ങനെ യൂണിവേഴ്സിറ്റികളെ അങ്ങനെ ആക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഈ മയക്കുമരുന്ന്, ക്യാമ്പസ് ഗുണ്ടായിസം ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരുന്നിടത്തോളം കാലം ഒരു കാരണവശാലും ഒരു വിദേശ യൂണിവേഴ്സിറ്റി, നിൽക്കക്കള്ളിയുള്ള വിദേശ യൂണിവേഴ്സിറ്റി ഒന്നും കേരളത്തിലേക്ക് വരില്ല. നിൽക്കക്കള്ളി ഇല്ലാത്ത വേറെ ഒരിടത്തും പോകാനില്ല, പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവരൊക്കെ വന്നിരിക്കും. വന്നതുകൊണ്ടൊന്നും കേരളത്തിന്റെ വിദ്യാഭ്യാസ എക്കോസിസ്റ്റം ഒരു കാരണവശാലും മെച്ചപ്പെടാൻ പോകുന്നില്ല. നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ കുറയാനും പോകുന്നില്ല. നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ കുറയണമെങ്കിൽ നല്ല തരത്തിലുള്ള കോഴ്സസ്, അതായത് ഇപ്പോഴത്തെ ടെക്നോളജിയുമായിട്ടുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള കോഴ്സസ് കേരളത്തിൽ വരണം. നല്ല ക്യാമ്പസുകൾ ഉണ്ടാകണം. ആ ക്യാമ്പസുകളിൽ പഠിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകണം. അങ്ങനെയൊക്കെയുള്ള സാധ്യതകളിൽ അവരെ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ജോലി, സ്വയം തൊഴിൽ കണ്ടെത്താനോ അല്ലെങ്കിൽ ജോലിയിൽ കയറാനോ ഉള്ള അവസരങ്ങൾ സൃഷ്ടിക്കും എന്നൊക്കെയുള്ള ഒരു അവസ്ഥ വന്നാൽ മാത്രമേ ഈ ബ്രെയിൻ ഡ്രെയിൻ അവസാനിക്കുകയുള്ളൂ. അതുപോലെ അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ ഫിസിക്കൽ ക്രൈസിസ്, അതായത് ഇവിടെ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ആ ഫിനാൻസ്, അത് ഇവിടെ തന്നെ ഫ്രക്ടിഫൈ ചെയ്യണം. അത് ഇവിടെ തന്നെ കുട്ടികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുവാനുള്ള സാധ്യതകൾ രൂപപ്പെടുത്തണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഫിസിക്കൽ ക്രൈസിസിനെ പതുക്കെ മാത്രമേ നമ്മുടെ ഫിസിക്കൽ ക്രൈസിസിനെ നമുക്ക് ഇനി വരച്ച വരയിൽ കൊണ്ടുവരാൻ പറ്റൂ. അതിന് കാലങ്ങൾ എടുക്കേണ്ടിയും വരും. അപ്പം അത് കാരണം കൊണ്ട് മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടോ കണ്ടില്ലയോ, ഇതൊന്നും ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കരണീയമല്ല. കേരളത്തെ സംബന്ധിച്ച് വളരെ ശക്തമായ നടപടികളോട് കൂടി മുന്നോട്ട് പോയാൽ, അതായത് ഫിസിക്കൽ ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കടത്തിന് പരിധി നിശ്ചയിച്ച്, ചെലവുകൾക്ക് പരിധി നിശ്ചയിച്ച് ശക്തമായ തീരുമാനങ്ങളോടെ മുൻപോട്ട് പോയാൽ മാത്രമേ സംസ്ഥാനത്തിന് ഈ കടക്കിണിയിൽ നിന്ന് കടക്കിണിയിലേക്ക് പോകാതെ, കടക്കിണിയിൽ തന്നെ ആരും അങ്ങനെ പറയുന്നില്ലെന്നേ ഉള്ളൂ, പോകാതെ സംരക്ഷിച്ച് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തി കരകയറ്റാൻ പറ്റൂ.